പ്രിയമുള്ളവരെ, കടകശ്ശേരി വായനശാലയുടെ നേതൃത്വത്തിൽ ഇന്ന് ഗ്രന്ഥശാലാ ദിനം വളരെ വിപുലമായി കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ചുരുങ്ങിയ സദസ്സിൽ ഓൺലൈൻ ബാക്കി ആളുകളെ അഭിസംബോധന ചെയ്ത് നമ്മൾ ഇന്ന് നടത്തുകയാണ്. നമുക്കറിയാം, ഒരു നാടിൻ്റെ സ്പന്ദനം ആ നാട്ടിലെ വായനശാലകളും ഈ ഒരു ഒറ്റ ഉദ്ദേശം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുമാണ്. മതരാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം ജനങ്ങളുടെ ഇടയിലേക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്ന് എന്നും കടകശ്ശേരി വായനശാല ഈ ഗ്രാമത്തിൽ മുന്നിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കാനും ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനും ഞങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രം ആദ്യമേ അറിയിക്കുന്നു. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെ നയിക്കേണ്ട ആളുകൾ തന്നെ നമുക്ക് തെറ്റായ മാർഗങ്ങൾ അല്ലെങ്കിൽ തെറ്റായ ദിശയിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുമ്പോൾ വായന മാത്രമാണ്, അറിവ് മാത്രമാണ് ഇതിൽ നിന്നെല്ലാം മോചനം. എന്നെ കേൾക്കുന്ന എൻ്റെ നാട്ടുകാരോടും സുഹൃത്തുക്കളോടും എല്ലാവരോടും ബന്ധങ്ങളും സൗഹൃദങ്ങളും മനുഷ്യനെ മനസ്സിലാക്കാനുള്ള ശേഷിയും ഓരോരുത്തരും ആർജിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. എന്തുകൊണ്ടും ഇന്ന് നടത്തുന്ന ഈ വായനശാലയുടെ ഈ ഒരു വലിയ പരിപാടി അതിനൊരു പ്രചോദനമാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഈ മഹത്തായ പ്രോഗ്രാമിലേക്ക് വിശിഷ്ട വ്യക്തികളെയും വായനശാല പ്രതിനിധികളെയും നാട്ടുകാരെയും സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ ശ്രീ AP വിമൽ, സുഹൃത്തും 5ാം വാർഡ് മെമ്പറും തവനൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള സുഹൃത്തിനെ വളരെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, സാമൂഹിക സാംസ്കാരിക മേഖലയിൽ തവനൂർ പഞ്ചായത്തിൽ മാത്രമല്ല നമ്മളുടെ ഈ മേഖലയിലെല്ലാം വളരെ സുപരിചിതനായിട്ടുള്ള ശ്രീ M ജയരാജ് അവറുകൾ തവനൂർ പഞ്ചായത്തിലെ താലൂക്ക് ലൈബ്രറി കൗൺസിലർ, അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനത്തിന് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കടകശ്ശേരി വായനശാലയുടെ സ്ഥാപകനും ഏറെക്കാലം കടകശ്ശേരി വായനശാലയുടെ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നിട്ടുള്ള AT മണികണ്ഠദാസ്, ഇന്ന് അദ്ദേഹം തവനൂർ പഞ്ചായത്ത് വായനശാല നേതൃസമിതി കൺവീനറാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം എല്ലാവർക്കും വേണ്ടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയം നമ്മളോട് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നത് യാക്കൂബ് പൈലിപ്പുറമാണ്. എൻ്റെ സഹപ്രവർത്തകനും സുഹൃത്തും എഴുത്തുകാരനുമായിട്ടുള്ള അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി, ഈ വായനശാലയ്ക്കും വേണ്ടി പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. കടകശ്ശേരി വായനശാലയുടെ സെക്രട്ടറി AP മനൂഷ് ഈ പ്രോഗ്രാമിൻ്റെ ഔപചാരികതയുടെ പേരിൽ നന്ദി പറയുന്നത് അദ്ദേഹത്തെയും എന്നെ കേൾക്കുന്ന എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ ഈ പ്രോഗ്രാമിൻ്റെ ചുമതലയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, കേരളത്തിലെ എല്ലാ വായനശാലകളിലും ഇന്ന് ഗ്രന്ഥശാല ദിനാചരണം നടത്തി വരികയാണ്. ആഴത്തിലുള്ള വായനയ്ക്ക് നമ്മുടെ സമൂഹത്തിനകത്ത് മനുഷ്യത്വത്തോടു കൂടി മനുഷ്യനെ നിലനിർത്തുവാനും അതുപോലെ തന്നെ സമൂഹത്തിനകത്ത് നല്ല രീതിയിൽ ഇടപെടാനും ഒക്കെ കഴിയുമെന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. വായനശാലകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് വളരെ വർദ്ധിച്ചു വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വർത്തമാനകാലത്തെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് സ്വാഗതം ആശംസിച്ച ഷാഫി ചുരുങ്ങിയ ഭാഷയിലാണെങ്കിൽ കൂടി നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വർത്തമാനകാല സാഹചര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു പോവുകയുണ്ടായി. അത്തരത്തിലുള്ള കൊള്ളരുതായ്മകൾക്കെതിരെ, അത്തരത്തിലുള്ള പ്രവണതകൾക്കെതിരെയൊക്കെ
ഇടപെടണമെങ്കിൽ ആഴത്തിലുള്ള അറിവ് അനിവാര്യമാണ്. ആ അറിവുണ്ടാവണമെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്രന്ഥശാലകളുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ നാനാ കോണുകളിലേക്കും എത്തേണ്ടതായിട്ടുണ്ട്. ഗ്രാമങ്ങളിൽ അത് നല്ല രീതിയിൽ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. ഗ്രന്ഥശാലകൾ നമ്മുടെ സമൂഹത്തിനകത്ത് ഈ കോവിഡ് കാലത്ത് പോലും വലിയ തരത്തിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് കടകശ്ശേരി വായനശാല പോലെയുള്ള നമ്മുടെ പ്രദേശത്തെ വായനശാലകളിലെല്ലാം തന്നെ ഈ കോവിഡിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അക്ഷരസേന രൂപീകരിച്ചുകൊണ്ട് മറ്റ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടനകളെ പോലെ വായനശാലകളും മുന്നോട്ട് വരാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. നമ്മുടെ ഈ പുതിയ കാലത്ത് പുതിയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗ്രന്ഥശാല ദിനാചരണത്തെ ആ പുതിയ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സെമിനാർ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കടകശ്ശേരി വായനശാല തീരുമാനിച്ചിട്ടുള്ളത്. ഗ്രന്ഥശാലകൾ മീട്ടുന്ന സുഗന്ധശീലുകൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് ഓൺലൈനായി സെമിനാർ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നേരത്തെ ഷാഫി സൂചിപ്പിച്ചു. ഈ സെമിനാർ ആ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എഴുത്തുകാരനും അധ്യാപകനും ഒക്കെ ആയിട്ടുള്ള ശ്രീ യാക്കൂബ് പൈലിപ്പുറം അവർകളാണ്. അദ്ദേഹം നമ്മളോട് ഓൺലൈനായി ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കും. അതിനു മുന്നോടിയായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുക്കുന്ന സെമിനാറിനെ കടകശ്ശേരി വായനശാല സംഘടിപ്പിക്കുന്ന ഗ്രന്ഥശാല ദിനാചരണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ഏറ്റവും ബഹുമാന്യനായ ഈ തവനൂർ ഗ്രാമപഞ്ചായത്തിൽ പൊന്നാനി താലൂക്കിനകത്തെ ഗ്രന്ഥശാല പ്രവർത്തകനും ആയിട്ടുള്ള പ്രിയപ്പെട്ട ജയരാജേട്ടനാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ജയരാജേട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഗ്രന്ഥശാല ദിനാചരണത്തിൻ്റെ ഭാഗമായി കടകശ്ശേരി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ഇന്നിവിടെ നടത്തുന്ന ഗ്രന്ഥശാലകൾ മീട്ടുന്ന സുഗന്ധശീലുകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട സെമിനാറിൻ്റെ ആരാധ്യനായ അധ്യക്ഷൻ, തവനൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമ സമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AP വിമൽ, ഈ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്ന എഴുത്തുകാരനും അധ്യാപകനുമായ യാക്കൂബ് പൈലിപ്പുറം, നേതൃസമിതി കൺവീനർ മണികണ്ഠദാസ്, ഷാഫി, മനോഷ്, എൻ്റെ വാക്കുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ട അക്ഷര സ്നേഹികളായ സുഹൃത്തുക്കളെ, സെപ്റ്റംബർ 14 ഇന്ന് ഗ്രന്ഥശാല ദിനമാണ്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം കേരളത്തിലെ മുഴുവൻ ഗ്രന്ഥശാലകളും ഈ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. ഇന്ന് കാലത്ത് പതാക ഉയർത്തി വൈകിട്ട് അക്ഷരദീപം തെളിയിച്ച് ഇതുപോലെയുള്ള സെമിനാറുകൾ സംഘടിപ്പിച്ച് വളരെ വിപുലമായി ആചരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ ഗ്രന്ഥശാല പ്രവർത്തകന്മാരും അവർ നേതൃത്വം കൊടുക്കുന്ന ഗ്രന്ഥശാലകളും വളരെ ഉണർവോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓരോ വായനശാലകളും സമൂഹം അവരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഇപ്പോൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുൻകാലങ്ങളിൽ വായനശാലകളുടെ ഉത്തരവാദിത്തം നമുക്കറിയാം, വായനക്കാർ പുസ്തകം തേടി വരും, അവർക്ക് പുസ്തകം കൊടുക്കുക, സാംസ്കാരിക രംഗത്ത് ചില സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കുക, വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടി സംഘടിപ്പിക്കുക, ഇത്തരം കാര്യങ്ങളാണ് സംഘടിപ്പിച്ചു വന്നിരുന്നത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ എല്ലാ മേഖലകളിലും ഇടപെടാനുള്ള ഒരു ശക്തി കേരളത്തിലെ ഗ്രന്ഥശാലകൾക്ക് കൈവന്നിരിക്കുന്നു. നമുക്കറിയാം, കേരളത്തിൽ ഒരു ബദൽ സംഘടനാ സംവിധാനമാണ് കേരളത്തിലെ ലൈബ്രറികൾ. അവിടെ വിവിധ വിഭാഗക്കാർക്കായി സംഘടനകൾ അതിനകത്തുണ്ട്. കുട്ടികളെ സംഘടിപ്പിക്കുന്ന ബാലവേദികളുണ്ട്. കുട്ടികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരെ വായനയുടെ മഹത്വം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി, സമൂഹത്തിൽ എങ്ങനെ നല്ല പൗരന്മാരായി വളരാമെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ബാലവേദികളുണ്ട്. കേരളത്തിലെ യുവാക്കൾക്ക് സമൂഹത്തിൽ ഇടപെടുന്നതിനായി യുവജന വേദികളുണ്ട്. കേരളത്തിലെ വനിതകൾക്ക്
സമൂഹത്തിലെ ജനങ്ങളുമായി ഇടപഴകാൻ വനിതാ വേദികളുണ്ട്. വാർദ്ധക്യം ബാധിച്ച വയോജനങ്ങൾക്ക് അവരുടെ കൂട്ടായ്മയായ വയോജന വേദി ഇന്ന് എല്ലാ ഗ്രന്ഥശാലകളിലുണ്ട്. ഇങ്ങനെ ഒട്ടേറെ ജനങ്ങളുമായി ഇടപഴകാനുള്ള, എല്ലാ വിഭാഗം ജനങ്ങളുമായി ഇടപഴകാനുള്ള അവസരം ഇന്ന് ഗ്രന്ഥശാലകൾക്കുണ്ട്. അവരത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ കോവിഡ് മഹാമാരി കാലത്ത് ഒരു പ്രത്യേക അധികാരം കൂടി, ഒരു പ്രത്യേക സേവന കൂടി കേരളത്തിലെ ഗ്രന്ഥശാല പ്രവർത്തകരെ ഏൽപ്പിച്ചിരിക്കുന്നു. അതാണ് അക്ഷരസേന. കേരളത്തിലെ കോവിഡ് മഹാമാരി കാലത്ത് സേവന രംഗത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി രംഗത്തിറങ്ങാൻ അക്ഷരസേനകൾ ഓരോ ഗ്രന്ഥശാലകളും രൂപീകരിച്ചു. അവരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇതുപോലെ തന്നെ കേരളത്തിലെ ഇന്ന് ഈ കാണുന്ന കേരളം, മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഇന്നത്തെ കേരളം രൂപപ്പെടുത്തുന്നതിൽ ഗ്രന്ഥശാലകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഒരു സൃഷ്ടിയാണ് കേരളത്തിലെ വായനശാല. കേരളത്തെ പഴയകാലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പാണ് ഗ്രന്ഥശാല പ്രവർത്തകർ. നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി സ്ത്രീകൾക്കെതിരെ വലിയ രൂപത്തിലുള്ള ആക്രമണം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക. സ്ത്രീധനത്തിന്റെ പേരിൽ മറ്റ് ഗാർഹിക പീഡനം നടന്നുകൊണ്ടിരിക്കുക. ഇതിനെതിരെ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് സ്ത്രീപക്ഷ കേരളമായി ക്യാമ്പയിൻ രംഗത്തിറങ്ങിയത് ഗ്രന്ഥശാല സംഘവും അതിന്റെ പ്രവർത്തകരും. കൃത്യമായി അത് സമൂഹത്തിൽ ഒരു ശക്തിയായി ആ സെമിനാറിന് ഒരു ഊർജം കേരളത്തിലെ സമൂഹത്തിൽ ഉണ്ടാക്കുകയാണ്. നമുക്കറിയാം, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് വളരെ ചർച്ചകൾ നടന്നിരുന്നതാണ്. അതിന്റെ 100ാം വാർഷികമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 100ാം വാർഷികത്തിന്റെ ഈ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവന്നത് കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിലാണ്. മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി PSMO കോളേജിൽ വെച്ച്, ഫാറൂഖ് കോളേജിൽ വെച്ച്, PSMO കോളേജിൽ വെച്ച് സെമിനാർ സംഘടിപ്പിച്ചു. ഈ സെമിനാറിൽ കേരളത്തിലെ ബഹുമാന്യനായ സ്പീക്കറാണ് ആ സെമിനാർ ഉദ്ഘാടനം ചെയ്തത്. സ്പീക്കർ അവിടെ സംസാരിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് സ്പീക്കർക്കെതിരെ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുക. കേരളത്തിലെ ഗ്രന്ഥശാലകളെല്ലാം തന്നെ അനുബന്ധ സെമിനാറുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ തുടരുകയാണ്, പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. നമുക്കറിയാം, പൊന്നാനി താലൂക്ക് മലപ്പുറം ജില്ലയിലെ സാംസ്കാരിക സമ്പന്നമായ ഒരു ഇടമാണ് പൊന്നാനി താലൂക്ക്. പൊന്നാനി താലൂക്കിൽ 44ഓളം ലൈബ്രറികൾ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. വളരെ സജീവമായി ഈ ഗ്രന്ഥശാലകളെല്ലാം സാംസ്കാരിക പ്രവർത്തന രംഗത്തുണ്ട്. പൊന്നാനി താലൂക്കിൽ തവനൂർ പഞ്ചായത്ത് മുൻനിരയിലെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് തവനൂരിലെ ഗ്രന്ഥശാല പ്രവർത്തകർ അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും മികച്ച പഞ്ചായത്തായി തവനൂർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം തവനൂരിനകത്തെ 6 ഗ്രന്ഥശാലകൾ, മികവുറ്റ 6 ഗ്രന്ഥശാലകൾ, അതിൻ്റെ മികവുറ്റ പ്രവർത്തനത്തിൻ്റെ റിസൾട്ടാണത്. അതിലെടുത്തു പറയാവുന്ന ഗ്രന്ഥശാല കടകശ്ശേരി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം തന്നെ. കൃത്യമായി വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് ഒരു ഗ്രന്ഥശാല പ്രവർത്തനം എങ്ങനെയാവണമെന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുത്ത, മറ്റ് ഗ്രന്ഥശാലകൾക്കെല്ലാം മാതൃകയായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥശാലയാണ് കടകശ്ശേരി ലൈബ്രറി ആൻഡ്. ഇതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ പൊന്നാനി താലൂക്കിൽ തവനൂർ പഞ്ചായത്ത് മുൻനിരയിൽ എത്താനുള്ള കാരണം തവനൂർ പഞ്ചായത്തിനകത്തെ ഭരണസമിതിയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായ വാർഡ് മെമ്പർ വിമൽ ഉൾപ്പെടുന്ന പഞ്ചായത്ത് ഭരണസമിതി, മുൻ ഭരണസമിതി തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ തുടരുകയാണവർ. ഗ്രന്ഥശാല പ്രവർത്തകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്.
ജനങ്ങളുമായി കൂടുതൽ ഇടപഴകാൻ ഈ സേവന കേന്ദ്രമാണ് ഞങ്ങൾക്ക് ഈ വായനശാലകൾക്ക് ലഭിച്ചിരിക്കുന്നത്. കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു പഞ്ചായത്തിലെ മുഴുവൻ വായനശാലകൾക്കും ഈ സേവന കേന്ദ്രം അനുവദിച്ചുകൊണ്ട് ഈ സേവന കേന്ദ്രം പ്രവർത്തിക്കാൻ ആവശ്യമുള്ള കമ്പ്യൂട്ടർ അനുബന്ധ സാമഗ്രികളെല്ലാം തന്നുകൊണ്ട് തവനൂരിനകത്തെ 6 വായനശാലകളെ കൂടുതൽ ജനകീയമാക്കാനുള്ള ആത്മാർത്ഥമായ ഒരു ശ്രമമാണ് തവനൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ആ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TV ശിവദാസ് ഇതിനൊരു മാതൃകയാണ്. തവനൂരിലെ വിവിധ വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് ഗ്രന്ഥശാല പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഗ്രന്ഥശാലയുടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രാധാന്യം എല്ലാവർക്കും വളരെ വ്യക്തമാണ്. പട്ടിണി കിടക്കുന്ന മനുഷ്യനോട് പുസ്തകത്താളുകൾ മറച്ചു നോക്കാനാണ് പറഞ്ഞത്. പുസ്തകത്താളുകൾ മറച്ചു നോക്കിക്കഴിഞ്ഞാൽ വിശപ്പ്, അതിനകത്ത് ഭക്ഷണമുണ്ടെന്നല്ല പറഞ്ഞത്. എന്താണ് നിങ്ങൾ പട്ടിണിയാവാനുള്ള കാരണം? സമൂഹത്തിൽ നിലനിൽക്കുന്ന ഓരോ വിഷയങ്ങൾക്കും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന വ്യക്തമായ ഉത്തരം വായനയിലൂടെ നമുക്ക് ലഭിക്കുന്നു. വായന സാംസ്കാരിക സമ്പന്നമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നു. ഒരു പ്രദേശത്തെ ഒരു വായനശാല ആ പ്രദേശത്തെ സാംസ്കാരിക സമ്പന്നതയുടെ ഒരു അടയാളമാണ്. ഈ കാര്യത്തിൽ കടകശ്ശേരി നിവാസികൾ എന്തുകൊണ്ടും ശ്രേഷ്ഠന്മാരാണ്. കൃത്യമായി ഇടപെടൽ നടത്തുന്ന, കൃത്യമായി ഗ്രന്ഥശാല പ്രവർത്തനം നടത്തുന്ന ഒരു വായനശാല നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം നീട്ടുന്നില്ല. എല്ലാവരും തന്നെ സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന അധ്യാപകനും എഴുത്തുകാരനുമായുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി കാതോർത്ത് നിൽക്കുകയായും, എന്തായാലും ഈ ഗ്രന്ഥശാല ദിനാചരണത്തിൻ്റെ ഭാഗമായി കടകശ്ശേരി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം സംഘടിപ്പിക്കുന്ന ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, അഭിവാദ്യങ്ങൾ. കടകശ്ശേരി വായനശാല സംഘടിപ്പിക്കുന്ന ഗ്രന്ഥശാല ദിനാചരണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് ഓൺലൈനിൽ സംസാരിക്കുന്നത് ബഹുമാന്യനായ എഴുത്തുകാരനും അധ്യാപകനും കൂടിയായിട്ടുള്ള യാക്കൂബ് അലിപ്പുറം അവർകളാണ്. അദ്ദേഹത്തെ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. ഒരുപക്ഷെ അധികം ആളുകളും അവരുടെ മനസ്സിൽ ഇന്നത്തെ ഒരു ദിവസത്തെ കുറിച്ചിട്ടുള്ള വലിയ ആലോചനകളൊന്നും നടത്തിയിരിക്കാൻ വഴിയില്ല. കാരണം ഒരുപാട് വിശേഷ ദിനങ്ങൾ നമ്മൾ ആചരിക്കുന്നുണ്ട്. ആ ആചരണങ്ങളൊക്കെ ആചാരം പോലെ തന്നെ നമ്മളിങ്ങനെ കൊണ്ടാടുന്നു. അതിനെ പ്രയോഗവൽക്കരണത്തിന്റെ ഏതെങ്കിലും ഒരു അംശം ഒരുപക്ഷെ വളരെ അപൂർവം ദിനാചരണങ്ങളിലാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക. എന്നാൽ ഗ്രന്ഥശാല ദിനം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ദിനമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. കാരണം ഒരു ഗ്രാമത്തിന്റെ വിശുദ്ധിയെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ഏത് എന്നാരെങ്കിലും ചോദിച്ചാൽ നമുക്ക് വേഗം പറയാവുന്ന ഒരു ഉത്തരമാണ് ഗ്രന്ഥശാലകൾ എന്ന്. കാരണം ഒരു ഗ്രാമത്തിൽ ഒരു പക്ഷേ ക്ഷേത്രങ്ങൾ ഉണ്ടാകാം, പള്ളികൾ ഉണ്ടാകാം, ചർച്ചുകൾ ഉണ്ടാകാം, ആരാധനാ കേന്ദ്രങ്ങൾ ധാരാളം ഉണ്ടാകാം, ഒരുപാട് ഓഫീസുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളെ ഒരു പക്ഷെ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന, എല്ലാവരെയും ഒറ്റ നൂലിൽ കോർക്കുന്ന ഒരു കേന്ദ്രം, ഒരുപക്ഷെ അതൊരു ധ്യാന കേന്ദ്രം തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന്റെ സാധുതയെയും സാധ്യതകളെയും ഉണർത്തിവിടുന്ന ഏറ്റവും പ്രസക്തമായ ഒരു കേന്ദ്രമാണ് ഗ്രന്ഥാലയങ്ങൾ. ഗ്രന്ഥാലയങ്ങൾ എങ്ങനെയാണ് ഒരു ഗ്രാമത്തെ സ്വാധീനിക്കുന്നത് എന്ന് ചിന്തിക്കാനും അതിലേക്ക് ആളുകളുടെ ചിന്തയെ കൊണ്ടുവരാനും കടകശ്ശേരി വായനശാല, ഗ്രന്ഥശാല മുന്നിട്ടിറങ്ങിയതിലുള്ള സന്തോഷം ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. ഒരു ഗ്രാമം എന്തിനാണ് ഗ്രന്ഥശാലകളെ നിർമ്മിക്കുന്നത്? അതല്ലെങ്കിൽ തിരിച്ചും പറയാം, ഒരു ഗ്രന്ഥശാല ഗ്രാമത്തെ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? ഈ രണ്ട് ചോദ്യങ്ങളും പരസ്പര പൂരകങ്ങളാണ്. ഒരു നാട്ടിലൊരു പക്ഷേ ഗ്രന്ഥശാലയെ പ്രണയിക്കുന്ന, ഗ്രന്ഥശാലകളിൽ പോയിരുന്ന് മനനം നടത്തുന്ന, ഗ്രന്ഥശാലകളിൽ പോയിരുന്ന് ധ്യാനാത്മകമായി മാനവികമായ ഉണർവുകളെ കുറിച്ച് ആലോചിക്കുന്ന വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ. ഒരുപക്ഷെ
കുറച്ചാളുകളെങ്കിലും അവരെ പുസ്തകഭ്രാന്തനാണ്, പുസ്തകഭ്രാന്തന്മാരാണ് എന്നൊക്കെ വിളിച്ചേക്കാം. ഡോൺ കിക്സോട്ട് എന്ന വളരെ പ്രശസ്തമായ സ്പാനിഷ് നോവൽ സെർവാൻഡസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അല്ലെങ്കിൽ 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലൊക്കെ ജീവിച്ചിരുന്ന അദ്ദേഹം ഡോൺ കിക്സോട്ട് എന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് നൽകിയ വളരെ വലിയ ഒരു സന്ദേശം ഉണ്ട്. ഡോൺ കിക്സോട്ട് എന്ന കഥാപാത്രം, ആ നോവലിലെ കഥാപാത്രം ഭ്രാന്തമായ വിചാരങ്ങളുള്ള ഒരു കഥാപാത്രമായി. വായനയിൽ നിന്ന് സാഹസികമായ ഒരുപാട് കഥാപാത്രങ്ങളെ അറിയുകയും ആ കഥാപാത്രങ്ങളെ പോലെ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഡോൺ കിക്സോട്ട് എന്ന കഥാപാത്രം ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ഭ്രാന്തമായി അതിസാഹസികമായി ചെയ്യുന്ന, അദ്ദേഹം ഒരു കർഷക പ്രഭുവാണ് നോവല്. പക്ഷെ ആ കർഷക പ്രഭുവായ അദ്ദേഹത്തിന് വായനയിൽ നിന്ന് കിട്ടിയ ഒരു ഭ്രാന്ത്, ആ ഭ്രാന്തിൽ നിന്ന് പുറത്തിറങ്ങി അതിസാഹസികമായ ധീരകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന അദ്ദേഹം ഒരുപാട് ലോകസഞ്ചാരം നടത്തുകയും ആ ലോകസഞ്ചാരങ്ങളിലൊക്കെ ധാരാളം വിഡ്ഢിത്തങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്ത ക്വിക്സോട്ട് എന്ന ആ കഥാപാത്രം ഏറ്റവും ഒടുവിൽ ധ്യാനാത്മകമായ ഒരു അന്ത്യം വരിക്കുകയാണ്. ആ ഒരു അന്ത്യഘട്ടത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വചനം ആ നോവലിന്റെ ക്ലൈമാക്സിലുണ്ട്. ആ വചനം ഇങ്ങനെയാണ്: എനിക്ക് എൻ്റെ മനസ്സിനെ, എൻ്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ പോകുന്ന കുറച്ച് പുസ്തകങ്ങൾ കൂടി വായിക്കാനുള്ള സമയം ബാക്കിയില്ലല്ലോ എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്നാണ് ആ ഡോൺ കിക്സോട്ട് എന്ന കഥാപാത്രം മരണഘട്ടത്തിൽ, മരണാസന്നമായ ഘട്ടത്തിൽ പറയുന്നത്. ആ ഒരു സന്ദേശം ശരിക്ക് സർവാൻഡസ് ലോകത്തിന് നൽകുമ്പോൾ നമുക്കൊക്കെ, ഗ്രന്ഥശാലകളുമായി ചേർന്ന് നിൽക്കുന്നവർക്കൊക്കെ ഒരു പ്രത്യേക ഊർജം ലഭിക്കും. അവിടെ ഒരുപക്ഷെ ഡോൺ കിക്സോട്ട് എന്ന കഥാപാത്രം ഭ്രാന്തമായ ഒരു സാഹസികതയിലാണ് അഭിരമിച്ചത്. പക്ഷേ ആ സാഹസികതകളിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ അദ്ദേഹത്തെ ഒരു തത്വജ്ഞാനിയാക്കി, അതല്ലെങ്കിൽ ജീവിതത്തെ അറിഞ്ഞ ഒരു മഹായോഗിയാക്കി മാറ്റി എന്നാണ് നമുക്ക് ആ നോവലിന്റെ അവസാന ഭാഗത്ത് കണ്ടെത്താൻ പറ്റുക. ഞാൻ നിങ്ങളോട് എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും പറയുന്നത്, പുസ്തകങ്ങളിലൂടെയുള്ള സഞ്ചാരം എന്ന് പറയുന്നത് ഒരു സാഹസിക യാത്രയാണ്. കാരണം ധാരാളം എഴുത്തുകാർ അവരുടെ ജീവിതത്തെ മുറിച്ചു വെച്ച, അവരുടെ ജീവിതത്തിൽ നിന്ന് ചോര ചിന്തുന്ന ഏടുകൾ മുറിച്ചു വെച്ച് നമുക്ക് നൽകുന്ന പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങളെ ഒരു പക്ഷേ ചരിത്ര വസ്തുതകൾ വായിച്ചെടുക്കുന്ന, പുതിയതായിട്ട് ചരിത്രം ഉണ്ടാക്കേണ്ട ഒരു തലമുറ ഒരു പക്ഷേ നമ്മുടെ ഏറ്റവും പ്രോജ്വലമായ ചരിത്രത്തെ മായ്ച്ചു കളയുന്ന ഒരു കാലഘട്ടത്തിൽ, ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ ഒരു പക്ഷേ വായനയെ, പുസ്തകങ്ങളെ, ഗ്രന്ഥശാലകളെ അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയുള്ള ധാരാളം ആളുകൾ ഉണ്ടായി വരേണ്ടതുണ്ട്. ഗ്രന്ഥശാലകളുടെ പ്രസക്തിയും അത് തന്നെയാണ്. ഒരു പക്ഷേ ആ ഗ്രാമത്തിൽ കുറെ പുസ്തകങ്ങൾ അടുക്കി വെച്ച ഷെൽഫുകളുള്ള ഒരു കെട്ടിടം ആണ് ഗ്രന്ഥശാല എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. കാരണം ഇന്ന് നമുക്കൊരു ഗ്രന്ഥശാല പകർന്നു തരുന്നത് കുറെ അധികം പുസ്തകങ്ങളുണ്ട്, നിങ്ങൾ വായിച്ചോളൂ എന്ന ഒരു സന്ദേശം മാത്രമല്ല. പുതിയ കാലത്തിനനുസരിച്ച് നമ്മുടെ ഗ്രന്ഥശാല സംഘങ്ങൾ ഒരുപാട് പുതിയ മാർഗങ്ങൾ, പുതിയ സമൂഹത്തിന്റെ മനസ്സിലേക്ക് വായനയുടെ, ചിന്തയുടെ, ആവിഷ്കാരങ്ങളുടെ, സ്വാതന്ത്ര്യത്തിന്റെ ഒരുപാട് പുതിയ വാതായനങ്ങൾ തുറന്നുവിടാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ പ്രവർത്തന പദ്ധതികൾ നടപ്പിലാക്കുന്ന കേന്ദ്രങ്ങളാണ് ഇന്ന് വായനശാലകൾ. നമുക്ക് വയോജന വിദ്യാഭ്യാസത്തെക്കുറിച്ചോ സാക്ഷരതാ പ്രസ്ഥാനങ്ങളെക്കുറിച്ചോ അതല്ലെങ്കിൽ നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചോ കുട്ടികളുടെ ഉന്നമനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ അതിലൊക്കെ ഗ്രന്ഥശാലകളുടെ റോൾ എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മുടെ വായനയുടെ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തിൽ ഒരു പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അപ്രസക്തമായ ഒരു സംഭവമാണ് എന്ന് തോന്നുന്നവരുണ്ടാവാം. ശരിക്കും പറഞ്ഞാൽ പുസ്തകങ്ങൾക്ക് ജീവനുണ്ട്. അതാണ് പുസ്തകങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് നമ്മുടേതായ ഒരു ലോകം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി. അതിന് പകരം ഗ്രന്ഥശാലകൾ നൽകുന്ന
വളരെ വലിയൊരു സാധ്യത സാമൂഹ്യമായ ഒരു കൂട്ടായ്മ, സാമൂഹ്യമായ ഒരു ഒരുമയുടെ, സാമൂഹ്യമായ നന്മകളെ പൊലിപ്പിക്കുന്നതിനുള്ള കേന്ദ്രങ്ങളാക്കി നമ്മളെ ഒറ്റപ്പെടുത്തുന്നതിന് പകരം നമ്മളെ നമ്മളിൽ നിന്ന് തന്നെ മോചിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു നമ്മെ സൃഷ്ടിക്കാനും നമ്മിൽ നിന്ന് തന്നെ മോചിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാനും സാമൂഹ്യമായ വളരെ വലിയ ഒത്തൊരുമ സൃഷ്ടിക്കുന്ന വിധം എല്ലാ തരത്തിലുള്ള വിശ്വാസാചാരങ്ങളുള്ള മനുഷ്യരെയും ഒന്നിച്ചിരുത്തുകയും ചെയ്യുന്നു എന്നുള്ളതിലാണ് ഗ്രന്ഥശാലകൾ വിജയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുക. ഇന്ന് ഗ്രന്ഥശാലകൾ ധാരാളം തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ പഠന പ്രക്രിയയിൽ അത് ഇടപെടുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി തന്നെ തൊഴിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ എല്ലാ വായനശാലകളും ഗ്രന്ഥശാലകളും സജ്ജീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമത്തിന്റെ പൊതുവായ ഒരു ആലയം എന്നുള്ള രീതിയിൽ അവിടുത്തെ സേവനങ്ങൾ എല്ലാ തരത്തിലുള്ള മനുഷ്യരിലേക്കും എത്തുന്നു. അതാത് കാലഘട്ടത്തിന്റെ സാംസ്കാരികമായ ഉണർവിന് വേണ്ടി, സാമൂഹ്യമായ നവോത്ഥാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ധാരാളമായി ഏർപ്പെടുന്നു. അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഗ്രന്ഥശാലകൾ സൃഷ്ടിക്കുന്ന വലിയ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും ചിന്തകളിൽ നിന്നുണ്ടാകുന്ന വിപ്ലവം വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ പോലും അത് അതിസാഹസികമായ ഒരു പ്രവൃത്തിയായിരുന്നിട്ട് പോലും അത് ചെയ്യാൻ മെനക്കെടുന്നവരെ നമ്മൾ മുക്തകണ്ഠം പ്രശംസിക്കേണ്ടതുണ്ട്. ഗ്രന്ഥശാല പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വം എന്ന് പറയുന്നത് അത് ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള, അതല്ലെങ്കിൽ അത് ഏതെങ്കിലും സ്ഥാപിതമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രസക്തമായ മറ്റൊരു വശം. തീർച്ചയായും സങ്കുചിതമായ ഏതെങ്കിലും ഒരു താല്പര്യത്തിലേക്ക് ആളുകളെ വിളിച്ചു ചേർക്കുന്ന ഒരിടമല്ല ഗ്രന്ഥശാലകൾ. ഗ്രന്ഥശാലകളുടെ വിശാലതയെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു ഗ്രാമത്തിന്റെ സകല നന്മകൾക്കും ചുക്കാൻ പിടിക്കുക, ആ ഒരു ഗ്രാമത്തിൽ തളിരിടേണ്ട എല്ലാ നന്മകളുടെയും പ്രഭവ കേന്ദ്രമായും അതിനെ ഉജ്ജ്വലിപ്പിക്കുന്ന കേന്ദ്രമായും മാറുന്നത് ഗ്രന്ഥശാലകൾ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും അവിടെയുള്ള ഗ്രന്ഥശാല പ്രവർത്തകർ നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഒരു നാടിന്റെ വിദ്യാഭ്യാസപരമായ, ഒരു നാടിന്റെ സാംസ്കാരികമായ ഉന്നമനത്തിന് വേണ്ടി, അതിനുവേണ്ടി എന്ത് ചെയ്യാനും മിടുക്കുള്ള, എന്ത് ചെയ്യാനും തയ്യാറുള്ള, അതിനുവേണ്ടി ഭ്രാന്തമായ ആവേശമുള്ള ധാരാളം ആളുകൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. കടകശ്ശേരി വായനശാല തീർച്ചയായിട്ടും ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. സ്വാഭാവികമായും നാട്ടിൻ പുറത്തെ വായനയോട് ആഭിമുഖ്യമുള്ള ഒരു സമൂഹമായിരിക്കും വായനശാലകളോട്, ഗ്രന്ഥശാലകളോട് ചേർന്ന് നിൽക്കുന്നവർ. സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഒരു സാമൂഹ്യ അവസ്ഥ കൂടി കണക്കിലെടുത്ത് അതിനെ കൂടുതൽ വിപുലപ്പെടുത്താൻ ഗ്രന്ഥശാലകൾക്ക് സാധിക്കേണ്ടത് കൂടിയുണ്ട് എന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ആളുകൾക്ക് ഗ്രന്ഥശാലകളോ അങ്ങോട്ട് സമീപിക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറയുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അവരെ അടുപ്പിക്കാൻ പോകുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ, അത്യാധുനികമായ സംവിധാനങ്ങൾ, അത്യാധുനികമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ആളുകളെ കൂടുതൽ ഗ്രന്ഥശാലകളിലേക്ക് എത്തിക്കാൻ കഠിന പ്രയത്നം നടത്തേണ്ട ഉത്തരവാദിത്വം ഓരോ ഗ്രന്ഥശാല പ്രവർത്തകനുമുണ്ട്. ശരിക്കും സാഹസികമായ ഒരു പ്രവർത്തനം തന്നെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. കാരണം ഏറ്റവും എളുപ്പത്തിൽ നിർവഹിക്കാവുന്ന പ്രവർത്തനങ്ങളല്ല ഗ്രന്ഥശാലകളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ പൊടി പിടിച്ചിരിക്കുന്ന കുറെ ഗ്രന്ഥങ്ങളുടെ കെട്ടുകൾ അടുക്കി വെച്ച ഒരു സ്ഥലം എന്നതിനപ്പുറത്തേക്ക് ആളുകളുടെ ജീവിതക്രമങ്ങളെ, ആളുകളുടെ ജീവിതാനുഭൂതികളിലേക്ക്, യഥാർത്ഥമായ ജീവിതാനുഭൂതികളിലേക്ക് മനുഷ്യരെ എത്തിക്കുകയും അതോടൊപ്പം ചിന്താപരമായ ഔന്നത്യം നേടുന്നതിന് വേണ്ടി ഓരോ മനുഷ്യനെയും പ്രാപ്തരാക്കുക എന്ന വളരെ വലിയ ലക്ഷ്യം ഗ്രന്ഥശാലകൾക്കുണ്ട്. കാരണം വായനയിലൂടെ മാത്രമേ നല്ല സമൂഹം രൂപപ്പെടുകയുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ധാരാളം തരത്തിലുള്ള വിശ്വാസങ്ങളിൽ കിടന്ന് ഉരുകി ജീവിക്കുന്ന ആളുകൾക്ക് കേവലമായ ഒരു ആശ്വാസ കേന്ദ്രമല്ല ശരിക്കും ഗ്രന്ഥശാലകൾ.
ആത്യന്തികമായ ആശ്വാസ കേന്ദ്രമാണ് ഗ്രന്ഥശാലകൾ എന്ന് പറയാൻ പറ്റും. കാരണം വായന എന്ന് പറയുന്നത് ഒരു തരം ധ്യാനമാണ്. അതിന്റെ സാധ്യതകൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ സമ്പൂർണമായി വിപുലീകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സാധനയാണ് വായനയിലൂടെ നമ്മൾ സാധിക്കുന്നത്. നമ്മുടെ കൊച്ചു കേരളം എന്ന് പറയുന്നത് ശരിക്കും ഗ്രന്ഥശാലകളുടെ ഒരു വിളയിടമാണ്, ഒരു വിളഭൂമിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ധാരാളം ഗ്രന്ഥശാലകൾ രൂപപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഇന്ന് 10,000-ഓളം ഗ്രന്ഥശാലകൾ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടവ മാത്രമുണ്ട്. ഓരോ ഗ്രാമങ്ങളിലും അഫിലിയേറ്റ് ചെയ്യാത്തതടക്കമുള്ള ഒരുപാട് ഗ്രന്ഥപ്പുരകൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുണ്ട്. ഓരോ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യർ അവരവരുടെ വീടുകളിൽ ധാരാളമായി ഗ്രന്ഥപ്പുരകൾ സംവിധാനിക്കുന്നുണ്ട്. ഒരു സമുദ്ധാരണം വളരെ ലളിതമായി നിർവഹിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഗ്രന്ഥത്തിന്റെ പ്രത്യേകത. പുസ്തകത്തിന് നമ്മളെ സമ്പൂർണമായ മാറ്റങ്ങളിലേക്ക്, പരിവർത്തനങ്ങളിലേക്ക് നയിക്കാനായിട്ട് പറ്റും. അങ്ങനെ നയിക്കുന്ന പുസ്തകങ്ങളെയാണ് ശരിക്കും ആളുകൾ അവരുടെ അലമാരകളിൽ നിന്ന് ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്നത്. അങ്ങനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള വലിയ ഒരു സ്പേസ് കൃത്യമായി ഗ്രന്ഥശാലകൾ ഒരുക്കി നൽകുന്നുണ്ട്. ഗ്രാമത്തിലൊരു ഗ്രന്ഥാലയം നിർമ്മിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും പിന്നീട് ആ ഗ്രാമത്തെ നിർണയിക്കുന്നതിൽ, ആ ഗ്രാമത്തെ പുനർനിർമ്മിക്കുന്നതിൽ, അതല്ലെങ്കിൽ ആ ഗ്രാമത്തെ പുതുക്കുന്നതിൽ, നിരന്തരം പുതുക്കുന്നതിൽ ആ ഗ്രന്ഥാലയത്തിന്, ആ വായനശാലയ്ക്ക് തീർച്ചയായിട്ടും വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഗ്രന്ഥാലയങ്ങളാണ് ശരിക്കും ഉണർവുള്ള, ജീവനുള്ള ഗ്രന്ഥാലയങ്ങൾ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പുസ്തകങ്ങൾ ഷെൽഫുകളിൽ അടുക്കി വെച്ച ഒരു സ്ഥലമായി ഗ്രന്ഥാലയത്തെ കാണുന്നതിന് പകരം ആ നാടിന്റെ മിടിപ്പുകളെ പൂർണ്ണമായും അറിയാൻ, ആ നാട്ടിലുള്ള മനുഷ്യരുടെ മനോഭാവങ്ങളെ, ചിന്താ വ്യാപാരങ്ങളെ, വീക്ഷണഗതികളെ എല്ലാം സ്വാധീനിക്കാനും അതിനെ തീർച്ചയായും അതത് കാലത്തിനനുസരിച്ച നവോത്ഥാനത്തിലേക്ക് നയിക്കാനും ഈ ഗ്രന്ഥാലയത്തിന് സാധിക്കണം. തീർച്ചയായിട്ടും കടകശ്ശേരി പോലെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നിലകൊള്ളുന്ന ഒരു വായനശാല അവിടുത്തെ ജനങ്ങളുടെ എല്ലാ ജീവിത മേഖലകളെയും സ്പർശിക്കുന്ന തരത്തിലുള്ള ഒട്ടനവധി പ്രവർത്തന പദ്ധതികൾ നടത്തുന്നുണ്ട് എന്നുള്ളത് വളരെയധികം പ്രശംസനീയമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഒരു വായനശാലയ്ക്ക് അതിൻ്റെതായ ഒരു ധർമ്മം നിർവഹിക്കാനുണ്ട്. അവിടെയുള്ള ജനങ്ങളെ കൂടിയിരുത്തി ആകാശത്തിന് കീഴെയുള്ള സകലമാന കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാവുന്ന, സ്വതന്ത്രമായി ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്ക് അതീതമായ ചിന്തകളിലേക്ക് ആളുകളെ നയിക്കാൻ ഇത്തരത്തിലുള്ള വായനശാലകൾക്ക് തീർച്ചയായിട്ടും കഴിയും. ഒരു ഗുരു രാവിലെ എഴുന്നേറ്റപ്പോ മുറ്റത്തുള്ള റോസാച്ചെടിയിൽ ഒരു പക്ഷി ഇരുന്ന് അതിമനോഹരമായി സ്വർഗീയമായ തരത്തിലുള്ള ഗാനം ആലപിക്കുന്നത് കേട്ടു അത്രേ. ആ ഗാനം കേട്ടത് ആസ്വദിക്കാൻ വേണ്ടി ആ കിളിയുടെ പിന്നാലെ ഈ ഗുരു ചെന്നു അത്രേ. അങ്ങനെ ചെന്നപ്പോ ഈ കിളി തൊട്ടടുത്ത മരത്തിലേക്ക് പറന്നുപോയി. ഗുരു അതിന് പിന്നാലെ പോയി. വീണ്ടും കിളി അടുത്ത മരത്തിലേക്ക് പറന്നുപോയി. ഗുരു അതിന് പിന്നാലെ പോയി. ഗുരു ഇങ്ങനെ പിന്നാലെ ഒരുപാട് ദൂരം, ഒരുപാട് സമയം ഈ കിളിയുടെ പിന്നാലെ യാത്ര ചെയ്തു എന്ന് പറയുന്നു. ആ യാത്രക്കൊടുവിൽ മധ്യാഹ്നം കഴിഞ്ഞ് വൈകുന്നേരം അടുത്തപ്പോ ഈ ഗുരു സ്വന്തം ദേവാലയത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി തയ്യാറെടുത്ത് തിരിച്ചു വരുന്ന വഴിയിൽ അദ്ദേഹത്തിന് അത്ഭുതം തോന്നുകയാണ്. വളരെയധികം മാറ്റങ്ങൾ ചുറ്റുവട്ടങ്ങൾ കാണിക്കുന്നു. ആകെ മാറ്റമാണ്. ദേവാലയത്തിനെത്തിയപ്പം അദ്ദേഹത്തിന് അത്യത്ഭുതകരമായ മാറ്റങ്ങളാണ് തോന്നുന്നത്. ചുറ്റുവട്ടങ്ങൾ ആകെ മാറിയിരിക്കുന്നു. ഒരൊറ്റ പകല് കൊണ്ട് എന്തുമാത്രം മാറ്റങ്ങൾ എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ട് ഈ ഗുരു അവിടെ കണ്ട ഒരാളോട് ചോദിച്ചു അത്രേ, ഈ ദേവാലയത്തിന് എന്തു പറ്റി, നമ്മുടെ ചുറ്റുവട്ടത്തിലേക്ക് എന്തു പറ്റി, വലിയ മാറ്റമാണല്ലോ എന്ന് പറഞ്ഞപ്പോ ഈ കേട്ട മനുഷ്യൻ തിരിച്ചു ചോദിച്ചു അത്രേ, എന്ത് മാറ്റം? ഒരു മാറ്റവും ഇല്ലല്ലോ. എന്ത് മാറ്റമാണുള്ളത്? രാവിലെ ഉള്ളതുപോലെ തന്നെയാണ് വൈകുന്നേരം ഇപ്പോ കാണുന്നത്, ദിവസങ്ങളായിട്ട് ഇവിടെയുള്ള അതേപോലെ തന്നെയാണ് ഇപ്പോഴും കാണുന്നത് എന്ന് ഈ മനുഷ്യൻ മറുപടി പറഞ്ഞു അത്രേ. പക്ഷേ ഗുരു സമ്മതിച്ചില്ല.
വളരെയധികം മാറ്റങ്ങൾ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുകയാണ്. ചുറ്റുവട്ടങ്ങൾ ആകെ മാറിയിരിക്കുന്നു, ദേവാലയത്തിന്റെ കാഴ്ച തന്നെ മാറിയിരിക്കുന്നു. ഇതെല്ലാം കണ്ട് അത്ഭുത പരതന്ത്രനായിട്ടാണ് ഗുരു നിൽക്കുന്നത്. ഇത് കണ്ട് ഈ മനുഷ്യൻ, ആ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യൻ, ഇദ്ദേഹത്തെ കുറിച്ച് ആലോചിച്ചു. നിങ്ങളെ മുന്നേ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു അത്രേ. ഗുരു അത്ഭുതകരമായിട്ട് മറുപടി വരുന്നത്, ഞാൻ ഈ ദേവാലയത്തിലെ ഗുരുവാണ്. അപ്പോ ഈ കേട്ട മനുഷ്യൻ വീണ്ടും അത്ഭുതപ്പെടുകയാണ്. ഇങ്ങനെ ഒരു ഗുരു ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ, ഇങ്ങനെ ഒരു ഗുരു ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ആ മനുഷ്യൻ അത്ഭുതപ്പെടുമ്പോ ഈ ഗുരു വീണ്ടും ആലോചിക്കുകയാണ്, എന്താണ് ആകെ മാറിയത്? എനിക്ക് എൻ്റെ ദേവാലയം പോലും, എൻ്റെ ദേവാലയത്തിലുള്ളവർ പോലും എന്നെ തിരിച്ചറിയുന്നില്ല എന്ന് അദ്ദേഹം അത്ഭുതപ്പെടുമ്പോൾ ആ മനുഷ്യൻ ഒരുപാട് അന്വേഷിക്കുകയും ആ അന്വേഷണത്തിനൊടുവിൽ ആ മനുഷ്യൻ കണ്ടെത്തിയത് 200-300 വർഷങ്ങൾക്ക് മുന്നേ ഈ ദേവാലയത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗുരു ഇവിടെ നിന്ന് ഒരു ദിവസം രാവിലെ ഇറങ്ങിപ്പോയതാണ്, പിന്നെ അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല എന്ന ഒരു കഥ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു നമ്മുടെ ഉള്ളിൽ വലിയൊരു അനുഭൂതി പ്രദാനം ചെയ്യുന്ന ഒരു ചെറിയ കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പക്ഷേ അതിനകത്ത് ആസ്വാദനമല്ല ഉള്ളത്, വലിയ ഒരു ആശയതലമാണ് അതിനകത്ത് ഉൾച്ചേർന്നിട്ടുള്ളത്. നാം നമ്മുടെ ചുറ്റുവട്ടത്തെ അറിഞ്ഞു തുടങ്ങുമ്പോൾ ലോകം പുതുക്കപ്പെടും, നമുക്കൊരു മറുലോകം കിട്ടും, നമുക്കൊരു പുതിയ ലോകം ലഭ്യമാകും, നാം ഒരു പുതിയ യുഗം നിർമ്മിക്കുന്നതിന് തുല്യമായിരിക്കും. നൂറ്റാണ്ടുകളുടെ ജീവനം നമുക്ക് സാധ്യമാകുന്നതിന് തുല്യമായതാണ് ഒരു പുസ്തകമോ 10 പുസ്തകമോ 1000 പുസ്തകമോ ഉള്ള ഒരു ഗ്രന്ഥശാല നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. ഒരു വായനക്കാരൻ തീർച്ചയായിട്ടും സാധാരണ പറയാറുള്ള ഒരു വാചകമാണ്, ആയിരക്കണക്കിന് ആത്മകഥകളെ സൃഷ്ടിക്കുന്ന ഒരാളാണ് ശരിക്കും ഒരു വായനക്കാരൻ എന്ന് പറയാറുണ്ട്. ഒരു ഗ്രന്ഥശാല അപ്പോൾ തീർച്ചയായിട്ടും എത്ര കോടി ആത്മകഥകളെ പുനർ സൃഷ്ടിക്കുന്ന ഒരിടമാണ് എന്ന് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. കസാൻസാക്കീസിന്റെ വളരെ പ്രശസ്തമായ നോവൽ സെന്റ് ഫ്രാൻസിസ്, അതിൽ വളരെ മനോഹരമായ ഒരു ഭാഗമുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള ഫ്രാൻസിസ് പുണ്യാളൻ അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാരോടൊത്ത് രാത്രി പൂർണ്ണ നിലാവുള്ള ഒരു രാത്രിയിൽ ഇങ്ങനെ നടക്കുകയാണ്. നടക്കുമ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇത്രയും മനോഹരമായ ഈ നിലാവ് ആസ്വദിക്കുന്ന മറ്റാരെങ്കിലും ഈ നാട്ടിലുണ്ടോ എന്ന് അദ്ദേഹം ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ ആരെയും കാണുന്നില്ല, ഒരാളെയും കാണുന്നില്ല. അർദ്ധരാത്രിയാണ്, ഒരാളും ഈ പൂർണ്ണ നിലാവിനെ ആസ്വദിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല. ഉടനെ അദ്ദേഹം തൊട്ടടുത്തുണ്ടായിരുന്ന ദേവാലയത്തിൽ കയറി അവിടെയുള്ള അപായമണി വളരെ ഉച്ചത്തിൽ മുഴക്കി. ആളുകളെല്ലാം എഴുന്നേറ്റ് പുറത്തിറങ്ങി വന്ന് നോക്കുമ്പോൾ ഫ്രാൻസിസ് പുണ്യാളൻ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ആളുകൾ ഇങ്ങനെ അത്ഭുതത്തോടുകൂടി അവരുടെ ഉറക്കമെല്ലാം നഷ്ടപ്പെട്ടതിന്റെ വലിയ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഫ്രാൻസിസ് പുണ്യാളൻ അവരോട് പറഞ്ഞു അത്രേ, നിങ്ങൾ എന്ത് മണ്ടന്മാരാണ്, ഇത്രയും മനോഹരമായ ഈ പൂർണ്ണ നിലാവ് നിങ്ങൾ ആസ്വദിക്കുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾക്ക് അനുഭവിക്കാൻ തോന്നുന്നില്ലേ, നിങ്ങൾ ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചു അത്രേ. എന്ത് മനോഹരമായ ഒരു തത്വമാണ് ഫ്രാൻസിസ് പുണ്യാളൻ അവിടെ അവതരിപ്പിച്ചതെന്ന് നമ്മൾ ഓർക്കുക. ഈ ഭൂമിയിൽ നമുക്ക് ആസ്വദിക്കേണ്ട ഒട്ടനേകം കാര്യങ്ങൾ വളരെ സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുന്ന, നമുക്ക് സുന്ദരമായ നിലാവും സുന്ദരമായ മഴയും സുന്ദരമായ വെയിലും എല്ലാം, വസന്തങ്ങളേറെ നമ്മൾ കടന്നു പോകുന്നു. ഈ വസന്തങ്ങളൊക്കെ നാം ആസ്വദിക്കുന്നുണ്ടോ എന്നിടത്ത് തന്നെയാണ് ഒരു ഗ്രന്ഥാലയം എത്രമാത്രം ഒരു നാട് ഉൾക്കൊള്ളുന്നു, ഒരു നാട് ഏറ്റെടുക്കുന്നു, ഒരു നാട് അതിൻ്റെ പ്രസക്തി, പ്രാധാന്യം, അതിൻ്റെ കാമ്പ് തിരിച്ചറിയുന്നോ ഇല്ലേ എന്ന ചോദ്യം ഉദിക്കുന്നത്. തീർച്ചയായിട്ടും നാം നഷ്ടപ്പെടുത്തുന്ന ഒരാത്മകഥയുടെ, നമ്മുടെ തന്നെ ഒരു ആത്മകഥയുടെ വലിയ നഷ്ടമാണ്. ആയിരക്കണക്കിന് വേണ്ട, കോടിക്കണക്കിന് ആത്മകഥകൾ വേണ്ട, നാം നമ്മുടെ തന്നെ ആത്മകഥയെ പൊളിച്ചെഴുതാൻ, നമ്മുടെ തന്നെ ആത്മകഥയെ പുനഃസൃഷ്ടിക്കാനുള്ള വലിയ പോരാട്ടമാണ് ഗ്രന്ഥശാലകൾ വഴി നിർവഹിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും ആ ഒരു അർത്ഥത്തിലേക്ക് നമ്മുടെ കൊച്ചു കേരളത്തിലെ മുഴുവൻ ഗ്രന്ഥശാലകളെയും വളർത്തിയെടുക്കാൻ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം നമ്മൾ ഉണ്ടാക്കിയ വലിയ വിപ്ലവം, PN പണിക്കരും IV ദാസൊക്കെ അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള ഒരുപാട് മഹാന്മാർ അത്യധ്വാനം ചെയ്ത് സൃഷ്ടിച്ച ധാരാളം ഗ്രന്ഥശാലകൾ കേരളത്തിൽ ഉടനീളമുണ്ട്. ഓരോ ഗ്രാമഗ്രാമാന്തരങ്ങളിലും വെളിച്ചമായി അതെല്ലാം നിറ വെളിച്ചം പകർന്നുകൊണ്ട് നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും
ഇതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതും ആ ഒരു ഗ്രാമീണമായ വിശുദ്ധിയെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പരിപാലിക്കാനുള്ള, അതിനെ കൂടുതൽ പുഷ്ടിയിലേക്ക്, കൂടുതൽ കാലാനുസൃതമായ മാറ്റങ്ങളിലേക്ക്, ആധുനികവൽക്കരണത്തിലേക്ക്, ആളുകളെ സമ്പൂർണമായും അതിലേക്ക് ആകർഷിക്കുന്ന വിധത്തിലുള്ള ഒട്ടേറെ പ്രവർത്തികൾ ചെയ്യാൻ കടകശ്ശേരി വായനശാല അല്ലെങ്കിൽ ഗ്രന്ഥശാലയ്ക്കൊക്കെ അടക്കമുള്ള മുഴുവൻ ഗ്രന്ഥശാലകൾക്കും സാധിക്കട്ടെ എന്ന് ഈ ഗ്രന്ഥശാല ദിനത്തിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത്തരം ഒരു പരിപാടി വീക്ഷിക്കുന്നതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തി നന്ദി, നമസ്കാരം. നമ്മുടെ ഈ ഗ്രന്ഥശാല ദിനാചരണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള സെമിനാറിൽ ആശംസ അറിയിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഗ്രന്ഥശാല സമിതിയുടെ കൺവീനറും നമ്മുടെ കടകശ്ശേരി വായനശാലയുടെ എല്ലാമായിട്ടുള്ള ശ്രീ എ ടി മണികണ്ഠദാസ് അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഗ്രന്ഥശാല ദിനാചരണത്തിൻ്റെ ഭാഗമായി കടകശ്ശേരി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം സംഘടിപ്പിച്ച ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെമിനാറിൽ അധ്യക്ഷത വഹിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എ പി വിമൽ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം ജയരാജ്, അതുപോലെ തന്നെ ഈ സെമിനാറിൽ വിഷയം അവതരിപ്പിക്കുന്ന എഴുത്തുകാരനും അധ്യാപകനുമായ ശ്രീ യാക്കൂബ് പൈലിപ്പുറം, ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച വായനശാലയുടെ വൈസ് പ്രസിഡന്റ് ഷാഫി അമ്മായത്ത്, വായനശാല സെക്രട്ടറി എ പി മനോഷ്, വായനശാലയുടെ മറ്റ് പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കേവലം ദിനാചരണത്തിൽ ഒതുങ്ങുന്ന ഒരു ചടങ്ങായിട്ടല്ല കടകശ്ശേരി വായനശാല ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. നിരന്തരമായിട്ട് സാംസ്കാരിക രംഗത്ത് ശക്തമായ ഇടപെടലുകൾ സെമിനാറായിട്ടും മറ്റുള്ള രീതിയിലും പല പരിപാടികളും ഓൺലൈനായിട്ടും അല്ലാതെയും വായനശാല സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഗ്രന്ഥശാല ദിനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1945 ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ പി കെ മെമ്മോറിയൽ സ്മാരക ഗ്രന്ഥാലയത്തിൽ ചേർന്ന ഗ്രന്ഥശാല ഭാരവാഹികളുടെ ഒരു യോഗമാണ് അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം എന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയത്. ഈ ദിനത്തിൻ്റെ പ്രത്യേകത കണക്കിലെടുത്താണ് ഇന്ന് നമ്മൾ ഈ സെപ്റ്റംബർ 14 ഗ്രന്ഥശാല ദിനം ആചരിക്കുന്നു. സെപ്റ്റംബർ 14 അമ്പലപ്പുഴയിൽ ചേർന്ന ഗ്രന്ഥശാല പ്രവർത്തകരുടെ യോഗം രൂപീകരിച്ച അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘമാണ് പിന്നീട് കേരള സംസ്ഥാന ഗ്രന്ഥശാല സംഘമായിട്ട് മാറിയത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് സംസ്ഥാനത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ. ഈ സാഹചര്യത്തിൽ മലബാർ ഒട്ടും പുറകിലായിരുന്നില്ല. തിരുവിതാംകൂറിൽ ഇത്തരം പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മലബാറിൽ നമ്മുടെ കേളപ്പിജിയുടെ നേതൃത്വത്തിൽ 1937 തന്നെ മലബാർ വായനശാല സംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപം കൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. സ്വാതന്ത്ര്യദിനത്തിന് ലബ്ധിക്ക് മുമ്പ് തന്നെ നമ്മുടെ മലബാറിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം സജീവമായിരുന്നു എന്ന് ചുരുക്കം. എന്നിരുന്നാലും തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘമാണ് പിന്നീട് കേരള ഗ്രന്ഥശാല സംഘമായി മാറിയത് എന്നതുകൊണ്ട് നമ്മൾ ഗ്രന്ഥശാല ദിനമായി ആചരിക്കുന്നത് തിരുവിതാംകൂർ ഗ്രന്ഥശാല പ്രസ്ഥാനം നിലവിൽ വന്ന സെപ്റ്റംബർ 14 ആണ്. ഈ ഒരു സാഹചര്യത്തിൽ, ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ, ഇപ്പോൾ നമ്മുടെ ഈ പരിപാടി പോലും മുഴുവനായിട്ടും ഓഫ്ലൈനാണെന്ന് പറയാൻ വയ്യ, പകുതി ഓൺലൈൻ കൂടിയാണ്. അപ്പോൾ നമ്മൾ പ്രിയങ്കരനായ യാക്കൂബ് മാഷ്, അദ്ദേഹം ഓൺലൈനിലാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കോവിഡിനൊപ്പം ജീവിക്കാൻ നമ്മൾ ശീലിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആ ഒരു കാലഘട്ടത്തിൽ ലൈബ്രറികൾക്കൊരു പുതിയ ഉത്തരവാദിത്വം കൂടി ലൈബ്രറി കൗൺസിൽ തന്നിട്ടുണ്ട്. ഗ്രന്ഥശാല പ്രവർത്തകർക്ക് അക്ഷരസേന. അക്ഷരസേനയുടെ പ്രവർത്തനം നമ്മുടെ പ്രവർത്തകർ ഏറ്റെടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് വിനിയോഗിക്കണം എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും കടകശ്ശേരി വായനശാല ഗ്രന്ഥശാല ദിനത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത് തവനൂർ ഗ്രാമപഞ്ചായത്ത് ഗ്രന്ഥശാല സമിതിക്ക് അതിയായ സന്തോഷമുണ്ട്. തവനൂർ ഗ്രാമപഞ്ചായത്ത് ഗ്രന്ഥശാല സമിതിയുടെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേരളത്തിലാകെ ഗ്രന്ഥശാല പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഇന്ന് രാവിലെ മുതൽ വിവിധ പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിച്ച ഗ്രന്ഥശാല ദിനാചരണത്തിൻ്റെ ഭാഗമായി കടകശ്ശേരി വായനശാല ഏറ്റെടുത്തത് ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ സെമിനാറിൽ ഏറ്റവും കാലികമായ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളോട് സംസാരിച്ച യാക്കൂബ് അലിപ്പുറം സാറുണ്ട്. അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചവരുണ്ട്. ഈ ചടങ്ങിനെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട കടകശ്ശേരി വായനശാലയുടെ സെക്രട്ടറി ശ്രീ AP മനൂഷ് അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സെപ്റ്റംബർ 14 കേരള ഗ്രന്ഥശാല സംഘം, ഇപ്പോഴത്തെ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഗ്രന്ഥശാല ദിനമായി ആചരിച്ചു പോകുന്ന ദിനമാണ്. അപ്പോൾ ഇന്ന് കേരളത്തിലെ എല്ലാ വായനശാലകളും അക്ഷരദീപം തെളിയിച്ചും പതാക ഉയർത്തിയും പല പരിപാടികൾ സംഘടിപ്പിച്ചും ഗ്രന്ഥശാല ദിനം ആചരിച്ചു പോകുന്നുണ്ട്. നമ്മുടെ വായനശാല കടകശ്ശേരി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം എന്ന നമ്മുടെ വായനശാല ഈ നിലവിൽ വന്നിട്ട് 20 വർഷത്തിന് മുകളിലായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വായനശാല ഈ ഒരു സാഹചര്യത്തിൽ കോവിഡ് മഹാമാരി മൂലം ആളുകൾ കൂട്ടം കൂടുന്നതും കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കുന്നതുമായ സാഹചര്യങ്ങൾ ഒഴിവാക്കി ഓൺലൈനായിട്ടുള്ളൊരു പദ്ധതി, ഒരു പരിപാടിയായി ഈ ഗ്രന്ഥശാല ദിനാചരണം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. ഈ പരിപാടിയുടെ സ്വാഗതം പറഞ്ഞത് കടകശ്ശേരി വായനശാല വൈസ് പ്രസിഡൻറ്റും ഐഡിയൽ കോളേജിലെ അധ്യാപകനുമായ ശ്രീ ഷാഫി അമ്മായത്ത്. ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചത് തവനൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ AP വിമലാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമുക്കറിയാം പൊന്നാനി താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗവും ആയ M ജയരാജ് അവർകളാണ്. പിന്നെ ഈ പരിപാടിയിൽ സെമിനാർ നമുക്ക് ഓൺലൈനായി ഈ ഗ്രന്ഥശാലകൾ മീട്ടുന്ന സുഗന്ധശീലുകൾ എന്ന വിഷയത്തിൽ ഓൺലൈൻ സെമിനാർ നടത്തിയ ശ്രീ യാക്കൂബ് പൈലിപ്പുറം അദ്ദേഹമാണ് ഈ പരിപാടിക്ക് ആശംസകൾ അറിയിച്ച ഈ കടകശ്ശേരി വായനശാലയുടെ പ്രസിഡൻറ്റും സ്ഥാപക പ്രവർത്തകനുമായ ശ്രീ AT മണികണ്ഠദാസ്. അതുകൂടാതെ അദ്ദേഹം തവനൂർ ഗ്രന്ഥശാല സമിതിയുടെ കൺവീനറും കൂടിയാണ്. ഈ പരിപാടി നടത്തുന്നതിനായി ഞങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിയ താലൂക്ക് ലൈബ്രറി കൗൺസിലിനും സംസ്ഥാന ലൈബ്രറി കൗൺസിലിനും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പ്രവർത്തകർക്കും എൻ്റെ പേരിലും വായനശാലയുടെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.